بسم الله الرحمن الرحيم إن الحمد لله حمدا كثيرا طيبا مباركا فيه أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനിൻ്റെ അതിവേഗത നമ്മെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ റമദാൻ 20 നമ്മിൽ നിന്നും വിട പറയുന്നു പോകുന്ന ഈ ഒരു വേളയിൽ ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടബോധം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. എത്രയൊക്കെ നമ്മൾ ആത്മാർത്ഥമായി ആരാധനകൾ നിർവഹിച്ചാലും കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ഒരു ഖേദം നമ്മുടെയൊക്കെ മനസ്സിൽ ചെറുതായെങ്കിലും ഉണ്ടാകും. ഞാൻ വിചാരിച്ച പോലെയൊന്നും എനിക്ക് റമദാൻ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ലല്ലോ, ഞാൻ കണ്ട പദ്ധതിയും ഞാൻ തീരുമാനിച്ച കാര്യങ്ങളൊന്നും റമദാനിൽ ആരാധനയുടെ വിഷയത്തിലും മറ്റുമൊന്നും നടന്നിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മെ അലട്ടുന്ന ഒരു സമയമാണ് ഈ രണ്ടാമത്തെ 10 വിട പറയുന്ന ഒരു സാഹചര്യം എന്നുള്ളത്. എന്നാൽ അവിടെയും ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവന് വലിയ അവസരങ്ങളാണ് ഈ ചുരുങ്ങിയ 10 ദിവസങ്ങൾ ബാക്കിയാക്കുന്നത്. ഒരു വിശ്വാസിക്ക് 20 തീരെ നഷ്ടമാണ്. 20 ദിനരാത്രങ്ങളും അവൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. എല്ലാം പഴയതുപോലെ തന്നെ. റമദാനിൻ്റെ ആദ്യത്തെ രാത്രി നമുക്കറിയാം, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയൽ ശർ അഖ്സിർ എന്നൊക്കെ വാനലോകത്ത് നിന്നും അശരീരികൾ കേൾക്കുന്ന സമയത്തും കൊട്ടിയടക്കപ്പെട്ട നരകത്തിൻ്റെ വാതിൽ ഞാൻ തനിയെ തുറന്ന് അതിലേക്ക് പോകുമെന്ന് നിശ്ചയദാർഢ്യമെടുത്ത ആളുകളെപ്പോലെ നമ്മൾ തിന്മകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള അവസരമാണ്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ ഇസ്രായേലിൽപ്പെട്ട 2 ആളുകളുടെ കഥ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലൊരു മനുഷ്യൻ നന്നായി ഇബാദത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ മനുഷ്യൻ്റെ കൂട്ടുകാരനായ ഒരാളുണ്ട്, എപ്പോഴും തിന്മകൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഈ തിന്മകൾ ചെയ്യുന്ന വ്യക്തി ഓരോന്നും ചെയ്യുമ്പോഴും നന്മകൾ ചെയ്യുന്ന മനുഷ്യൻ പറയും, നീ ഇത് ചെയ്യരുത്, ഈ തിന്മകൾ നീ അവസാനിപ്പിക്കണം, നിനക്ക് റബ്ബ് പുറത്തു തരില്ല എന്ന് പറയുന്ന സമയത്ത് ഈ മനുഷ്യൻ ഈ നന്മ ചെയ്ത അല്ലെങ്കിൽ ഇവനെ ഉപദേശിക്കുന്ന ആളോട് പറയും, എന്നെയും എൻ്റെ റബ്ബിനെയും നീ വിട്ടേക്കുക, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് മനുഷ്യൻ മറുപടി പറയുന്ന സമയത്ത് ആ നന്മകൾ ചെയ്യുന്ന മനുഷ്യൻ പറയുമെന്നാണ്, നിനക്ക് റബ്ബ് പുറത്തു തരില്ല. അങ്ങനെ 2 ആളുകളും ഒരുമിച്ച് മരണപ്പെടുകയും പരലോകത്ത് വരികയും നന്മകൾ ചെയ്ത മനുഷ്യനോട് റബ്ബ് ചോദിക്കും, റബ്ബ് പൊറുക്കുമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാൻ താൻ ആരാടോ? അള്ളാഹു പാപമോചനം നൽകുമോ ഇല്ലയോ എന്നൊക്കെ പറയാൻ താങ്കൾക്ക് എന്ത് അധികാരമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുകയും തിന്മകൾ ചെയ്തിരുന്ന മനുഷ്യൻ്റെ ഉള്ളിലെ ഖേദം കാരണം ആ മനുഷ്യൻ സ്വർഗത്തിലേക്കും എനിക്ക് റബ്ബ് പുറത്ത് തരൂല എന്ന് പറഞ്ഞു നരകത്തേക്കും പോകുന്ന ഒരു സാഹചര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് തിന്മ ചെയ്ത് റബ്ബ് എനിക്ക് പുറത്തു തരും എന്ന ഒരു മോഹവുമായി ഇങ്ങനെ നടക്കാം എന്നല്ല, മറിച്ച് നമ്മുടെ തിന്മകൾ പൊറുക്കപ്പെടണമെങ്കിൽ ആത്മാർത്ഥമായ ഒരു ഖേദം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. പാപമോചനം നമ്മൾ നേടിയെടുക്കണം, തൗബ നമ്മൾ അധികരിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ 70-100 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമായിരുന്നു. എന്ത് തെറ്റാണ് അവിടുന്ന് ചെയ്തിട്ടുള്ളത്? നമ്മളൊക്കെ ആലോചിക്കുക, നമ്മളൊരു അസ്തഗ്ഫിറുല്ലാഹ് പറയുമ്പോൾ അത് എത്ര തിന്മകളാണ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുക? നമ്മൾ 100 അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതിയാകുമോ? അതല്ല, ഒരു ദിവസം 1000 തവണ അതിലധികമൊക്കെ നമ്മൾ പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചർച്ച.
പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100-ലധികം തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു എന്ന് സഹാബികൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് തെറ്റാ റസൂലുള്ളാഹി ചെയ്തത്? 100 തവണ അള്ളാഹിനോട് പൊറുക്കൽ തേടാൻ. രാത്രി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആയിഷ, ഇന്നത്തെ രാത്രി നിനക്ക് ഞാൻ തരില്ല, ഇതെന്റെ റബ്ബിനുള്ള രാത്രിയാണ് എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്ന പ്രവാചകന്റെ കാലുകളിലേക്ക് നോക്കി നീര് വന്നത് കണ്ടപ്പോൾ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, റസൂലേ, ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടാൻ, ഇങ്ങനെയൊക്കെ കഷ്ടത സഹിക്കാൻ അങ്ങ് എന്ത് തെറ്റാ ചെയ്തത് എന്ന് ആയിഷ ബീവി ചോദിക്കുന്നുണ്ടല്ലോ. രാത്രി ആയിഷ ബീവിയോടൊപ്പം കിടന്നുറങ്ങുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുകയാണ്. ആയിഷ ബീവിക്ക് സംശയമായി, വേറെ ഏതോ ഹുജറയിലേക്ക്, വേറെ ഏതോ ഭാര്യയുടെ അടുത്തേക്ക് പോവാണ് അത്രേ. ആയിഷ ബീവി പിന്തുടർന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോയത് ഖബർസ്ഥാനിലേക്കാണ്. അവിടെ പോയി റസൂലുള്ളാഹി തങ്ങൾ കരയുകയാണ്. എന്ത് തെറ്റാ അവിടുന്ന് ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളിൽ നിന്നും സംരക്ഷണം നൽകി അങ്ങനെ ജീവിതം ദീനിലേക്ക് ഒഴിഞ്ഞു വെച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം അത്ര തവണ ഇസ്തിഗ്ഫാർ തേടണമെങ്കിൽ, അത്രയും തവണ റബ്ബിലേക്ക് പൊറുക്കലിനെ തേടി പോകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം നമ്മൾ അധികരിപ്പിക്കണമെന്നുള്ള ഒരു ചിന്തയാണ് ഈ റമദാനിൻ്റെ അവസാന സമയത്ത് നമുക്ക് വേണ്ടത്. ഇനിയുള്ള ദിനരാത്രങ്ങൾ നമ്മുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയാണ് എങ്കിൽ, നമ്മുടെ പാപമോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയാണ് എങ്കിൽ നമുക്ക് സന്തോഷിക്കാം. പെരുന്നാളിൻ്റെ സന്തോഷം നമുക്ക് നാളെ പരലോകത്തും ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. അതല്ലാതെ പാപമോചനം ലഭിക്കാതെ, പാപങ്ങൾ കഴുകിക്കളയാതെയാണ് നമ്മൾ റമദാനിൽ നിന്ന് മാറിപ്പോകുന്നത് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഒരു പടി കയറിയ സമയത്ത് ആമീൻ പറഞ്ഞ സ്വഹാബികളെ ചോദിച്ചു, റസൂലേ, എന്തിനാണ് താങ്കൾ ആമീൻ പറഞ്ഞത്? എന്തായിരുന്നു റസൂലിൻ്റെ മറുപടി? ജിബ്രീൽ വന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ആർക്കെങ്കിലും റമദാൻ കിട്ടിയിട്ടും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവൻ മുടിഞ്ഞു പോട്ടെ എന്ന് പറയില്ല നമ്മൾ, അവൻ തൊലയട്ടെ നമ്മൾ പറയൂലേ, അതാണ് ആ പ്രയോഗം. റഗീമ അൻഫു റജുലിൻ, അവൻ പരലോകത്ത് മൂക്കുകുത്തി വീഴട്ടെ എന്ന് പറഞ്ഞാൽ അവൻ തൊലയട്ടെ എന്നാണ്. അവന് പിന്നെ എന്ത് സൗഭാഗ്യമാ കിട്ടുക? പരലോകത്തൊരു മനുഷ്യന് നഷ്ടം വന്നു കഴിഞ്ഞാൽ, പരലോകത്തൊരു മനുഷ്യന് വിജയിക്കുന്നില്ല എങ്കിൽ, അള്ളാഹിന്റെ കോടതിയിൽ ഒരു മനുഷ്യൻ തോറ്റുപോവുകയാണ് എങ്കിൽ, പിന്നെ അവൻ എത്ര വലിയ വേൾഡ് കപ്പ് ഉയർത്തിയ ആളാണെങ്കിലും കാര്യമില്ലല്ലോ. അവൻ എത്ര വലിയ ട്രോഫികളുള്ളവനാണ് എങ്കിലും പരലോകത്ത് വിജയിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, പരലോക കോടതിയിൽ സങ്കടമാണ് അവന്റെ വിധി എങ്കിൽ, അവന് ദുനിയാവിൽ ഒരുപാട് വിജയമുള്ളത് കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുവാൻ നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ചെയ്ത ഒരുപാട് തിന്മകളുണ്ടാകും, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ നമ്മൾ ചെയ്ത ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ നമുക്ക് വന്നു പോയിട്ടുണ്ടാകും. എല്ലാം റബ്ബ് നമുക്ക് പുറത്തു തരും. അത് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അള്ളാഹിൻ്റെ നാമങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹു ഗാഫിറാണ്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവൻ അല്ലേ? അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. അല്ലാഹു ഗഫൂറാണ്. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹ് പാപം പൊറുക്കുന്നവനാണെന്ന് മാത്രമല്ല, ഏത് വലിയ പാപവും അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു തരും. ഏറ്റവും വലിയ പാപമായ ശിർക്കും, അള്ളാഹിൻ്റെ പേരിൽ കള്ളം പറയലും, അങ്ങനെ തുടങ്ങിയ എല്ലാ വൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവർക്ക് പുറത്തു കൊടുക്കും. ഇനി നോക്കൂ നിങ്ങൾ, വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സ്വാലിഹൻ സുമ്മ ഇഹ്തദാ അല്ലേ? തൗബ ചെയ്യുന്ന ആളുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, പിന്നീട് ഇസ്തിഖാമത്തോടു കൂടി നിലനിൽക്കുന്ന ആളുകൾ, അവർക്ക് വഇന്നീ ലഗഫാർ, ഞാൻ ഗഫാറാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്താ ഗഫാറിൻ്റെ അർത്ഥം? അള്ളാഹ് എത്ര തവണയും പൊറുക്കുമെന്നാണ്. അപ്പം ഏത് വലിയ പാപവും എത്ര തവണ വേണമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചോദിക്കണം, അല്ലാഹു എനിക്ക് ആ പാവം നീ പുറത്തു തരണം, ഞാനത് ചെയ്തു പോയി എന്ന് ആത്മാർത്ഥമായി കൊണ്ട്. തൗബയുടെ ഷർത്തുകളൊക്കെ ഒരുപാട് കേട്ടവരും പഠിച്ചവരാണ് നമ്മൾ. എന്തായിരുന്നു ഷർത്തുകൾ? ഒന്ന്, ആ തിന്മ ചെയ്തതിൽ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ഖേദിക്കണം, അത് പറ്റിപ്പോയല്ലോ. ഒരുപാട് തവണ റബ്ബിനോട് ഞാൻ വാക്കു പറഞ്ഞു, ഇനി ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി എന്ന ഒരു ഖേദം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. രണ്ടാമതായിക്കൊണ്ട് ആ തിന്മ ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന ഒരു ദൃഢനിശ്ചയം എടുക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായിക്കൊണ്ട് ആ തിന്മയിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ അങ്ങേയറ്റം നമ്മൾ വെറുക്കണം. ഇനി നാലാമത്തെ ഒരു കാര്യം, സൃഷ്ടികളുമായി കൊണ്ട് മനുഷ്യന്മാരോട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ മാപ്പ് ചോദിക്കണം, അവരോട് നമ്മൾ ഇണങ്ങണം, അവരോട് നമ്മൾ പൊരുത്തം തേടണം. നോക്കൂ നിങ്ങൾ, ഈ റമദാൻ അല്ലാത്തപ്പോഴുള്ള ഒരു സംഗതികൾ പറയുന്നുണ്ടല്ലോ. റമദാൻ അല്ലാത്തപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ റബ്ബിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. അപ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാ മനുഷ്യർക്കും അന്ന് പുറത്തു കിട്ടുമെന്നാണ്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും
അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത മുവഹിദീങ്ങളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്നാണ്. ഇല്ലാ റജുലൻ, ഒരു മനുഷ്യനൊഴികെ. എന്താ മനുഷ്യന് പ്രത്യേകത? അവനും അവൻ്റെ സഹോദരനും ഇടയിൽ ചെറിയൊരു പിണക്കമുണ്ട്. പിണങ്ങി നിൽക്കുന്ന ആളുകൾ, അവരുടെ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും അൻളിറു ഹാദൈൻ. നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് കണ്ടിട്ടില്ലേ? എന്താ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീറ്റില്ല, കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ കിട്ടിയേക്കാം. അതുപോലെ അൻളിറു ഹാദൈൻ ഒന്ന് മാറ്റി പെൻഡിങ്ങിൽ വെക്കണം. ഹത്താ യസ്തലിഹ, എപ്പോൾ വരെ? അവരൊന്ന് ഇണങ്ങട്ടെ, അവരുടെ പിണക്കം അവർ അവസാനിപ്പിക്കട്ടെ. അവരങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞ് അവരുടെ പിണക്കം ദുനിയവിയായ കാര്യങ്ങളിൽ, ആദർശപരമായ വിഷയങ്ങളിൽ, ദുനിയവിയായ കാര്യങ്ങളിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു തർക്കത്തിൻ്റെ പേരിൽ മാസങ്ങളോളം വർഷങ്ങളോളം പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അവരുടെ പിണക്കം അവർ അവസാനിപ്പിക്കട്ടെ, അവരൊന്ന് ഇണങ്ങട്ടെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ ആരോടെങ്കിലും തെറ്റിമാറി നിൽക്കുന്നുണ്ട് എങ്കിൽ, ഈ റമദാനിൽ നമ്മൾ ഇത്രയും നാൾ ചെയ്ത കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കണമെങ്കിൽ, റമദാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇബാദത്തുകൾ അതിന് അർഹതപ്പെട്ട രൂപത്തിലുള്ള പ്രതിഫലങ്ങൾ ലഭിക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. പുഞ്ചിരിച്ച് നടക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സന്തോഷിച്ച് നടക്കുന്ന ആളുകൾ, അവരുടെ കുടുംബങ്ങളിൽ അവരുടെ അയൽവാസികളുമായി കൊണ്ടോ, അതുപോലെ തന്നെ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ പഠിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ തന്നെയും ഇത്തരം പ്രശ്നങ്ങൾ ഒരു പക്ഷേ മനുഷ്യന്മാരെ പിടികൂടാം. ചെറിയ എന്തെങ്കിലും നമുക്ക് ഒരു പേര് പറഞ്ഞ് അതൊക്കെ പറയാൻ എളുപ്പമാണ് മൗലവി, പക്ഷേ ജീവിതത്തിൽ അതൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ പ്രയാസം മനസ്സിലാവുക. എത്ര തന്നെ പ്രയാസമായാലും അത് പറഞ്ഞത് റസൂലുള്ളാഹിയാണല്ലോ. അത് വേണ്ട, അത് ശരിയല്ല, അതൊരു മുസ്ലിമിന് യോജിച്ചതല്ല, അതൊരു മുസ്ലിമിന് അനുവദിക്കപ്പെട്ടതല്ല. 3 രാത്രികൾക്കപ്പുറത്തേക്ക് പിണങ്ങി നിൽക്കുക ഒരു മുസ്ലിമിന്, ഒരു മനുഷ്യന് അവന് യോജിച്ചതല്ല, അവന് അനുവാദമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ പറഞ്ഞത്. നേരെ നമ്മൾ ഉണ്ടാക്കി നമ്മുടെ വകയെ പറയുന്നതല്ല, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. അതേ, അങ്ങനെ പിണങ്ങി നിൽക്കുന്ന സമയത്ത്, അതും ദീൻ അവൻ അനുവദിച്ച സമയമാണ്, മനുഷ്യ സഹജമാണ് പിണക്കങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ഒരു മനുഷ്യനോട് പിണങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഇണങ്ങുവാനുള്ള ഒരു അവധിയാണ്, ഒരു സമയമാണ്, പരിഗണിച്ചതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. 3 ദിവസം എന്ന് പണ്ഡിതന്മാരൊക്കെ പറയുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. ആ 3 ദിവസം കൊണ്ട് ആ പിണക്കം അവസാനിപ്പിക്കണം. എന്നിട്ട് വഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം, ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നവനാണ്, ആദ്യം സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നവനാണ്. ഒക്കെ നമുക്ക് മറക്കാടോ, ഒക്കെ നമുക്ക് പൊറുക്കാം, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല, അതൊക്കെ ആ ഒരു സമയത്ത് പിശാച് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ സലാം കൊടുത്ത് കെട്ടിപ്പിടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ല നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നില്ല നമ്മൾ ഭയപ്പെടണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപമോചനം നമ്മൾ തേടുന്ന സമയത്ത് സൃഷ്ടികളുമായി കൊണ്ട് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ അവിടെയൊക്കെ നമ്മൾ പരിഹാരങ്ങൾ കണ്ടെത്താൻ നമ്മൾ സ്വയം പരിശ്രമിച്ചിട്ടില്ല എങ്കിൽ, നമ്മൾ ഇനിയുള്ള രാത്രികളിലൊക്കെ എന്താ പറയാൻ പോകുന്നത്? അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നക അഫുവൻ, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, നീ വിട്ടുകൊടുക്കുന്ന, നീ അഫുവ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ അതിനെ ഇഷ്ടപ്പെടുന്നവനാണ്. നമ്മളത് ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് മാപ്പ് കിട്ടണം നമ്മൾ ഇഷ്ടപ്പെടും, പക്ഷേ നമ്മൾ മാപ്പ് ചെയ്യണം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ആർക്കും വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല, ആർക്കും മാപ്പ് കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. അങ്ങനെയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരിക? ഇന്ന് ഈ പള്ളിയിലേക്ക് കടന്നു വന്ന സമയത്ത് നമ്മളൊക്കെ റോട്ടിൽ കൂടിയാണല്ലോ വന്നത്. എത്ര ആളുകൾ വാഹനത്തിൽ കയറുമ്പോൾ ദുആ ചൊല്ലിയിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് എത്ര ആളുകൾ ചൊല്ലിയിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ചൊല്ലാതിരുന്നിട്ടും ബിസ്മി ചൊല്ലാതെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടും അൽഹംദുലില്ലാഹ് പറയാതെ നമ്മൾ അവസാനിപ്പിച്ചിട്ടും പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യാത്ര ചെയ്യാനും നമുക്ക് ശ്വാസമെടുക്കാനും ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ കൊടുത്ത ഭക്ഷണമാണ്, അവരെന്നെ സ്തുതിക്കുന്നില്ല, എൻ്റെ നാമത്തിൽ അവൻ തുടങ്ങുന്നില്ല, അതുകൊണ്ട് അവനെന്നെ കഴിക്കണ്ട എന്ന് അത് തീരുമാനിച്ചിട്ടില്ലല്ലോ. അല്ലാഹു നമുക്ക് വിട്ടുതരുന്നില്ലേ? നമ്മൾ എത്രയോ തിന്മകൾ ചെയ്തിട്ടില്ലേ? ഈ റമദാനിൻ്റെ എല്ലാ മഹത്വങ്ങളും മനസ്സിലാക്കിയ നമ്മൾ അതൊന്നും പിന്നെ മനസ്സിലാകാത്തതുപോലെ നമ്മൾ അഹങ്കരിച്ച് നടന്നില്ലേ? നമ്മൾ തിന്മകൾ ചെയ്തിട്ടില്ലേ? എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മഹനീയമായ സദസ്സിൽ വന്നിരിക്കുവാനും ഇതൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല പിന്നെ സൗഭാഗ്യം നൽകിയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. അല്ലാഹു മാപ്പ് നൽകാൻ, വിട്ടുകൊടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അത് സത്യമാണ്. അല്ലാഹു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമ അവനിലേക്ക് പാപമോചനം തേടി പോകുന്നുണ്ട് എങ്കിൽ, അല്ലാഹു എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ, അതെനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ആത്മാർത്ഥമായി കൊണ്ട് ഖേദിക്കുന്നുണ്ട് എങ്കിൽ, ആ മനുഷ്യന്റെ ഒരു വിജനമായ മരുഭൂമിയിലെ ഒട്ടകം കളഞ്ഞുപോയി കിട്ടുന്നതിനേക്കാളും സന്തോഷമാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ആ സമയത്ത് ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന് സന്തോഷമുള്ള കാര്യമാണ്. അത് നമുക്കും ഉണ്ടാകണം.
നമ്മളോട് തെറ്റ് ചെയ്ത ആളുകൾ നമ്മളോട് മാപ്പപേക്ഷിച്ച് വന്നാൽ, നമ്മളോട് അക്രമം ചെയ്ത ആളുകൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പിന്നെ ചോദിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കും സന്തോഷമുണ്ടാകണം. അതല്ലാതെ അവനെ പിന്നെ അപ്പോഴൊന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കി പിന്നീട് ആ കോപവും പകയും ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കൽ അത് യോജിച്ച പരിപാടിയല്ല. നമുക്ക് സന്തോഷത്തോടു കൂടി അവനെ സ്വീകരിക്കുവാൻ, പുറത്തു കൊടുക്കാൻ നമുക്ക് തയ്യാറാകണം. അതിനു മുമ്പ് അങ്ങോട്ട് പോയിക്കൊണ്ട് അതൊന്നും പ്രശ്നമില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഖൈറ. ഇല്ലാ റഫഅഹുല്ലാഹു ഇസ്സ എന്നാണ് ഹദീസിൽ വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇസ്സത്ത് ഉയർത്തുമെന്നാണ്. വിട്ടുകൊടുക്കുന്നവനും മാപ്പ് കൊടുക്കുന്നവനും താഴ്ന്നു കൊടുക്കുന്നവനും വിനയം കാണിക്കുന്നവനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദർജകളും ഇസ്സത്തും ഉയർത്തുമെന്ന്. അതുകൊണ്ട് ആ ഒരു ഇസ്സത്തൊക്കെ ഉയർത്തിക്കൊണ്ട് തന്നെ പാപമോചന തേട്ടങ്ങൾ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറ്റുവാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്തയായിരിക്കും, എല്ലാം ശരിയാണ്, തൗബയൊക്കെ ഉണ്ട്, അതിനൊക്കെ ആയത്തും ഹദീസൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് പുറത്ത് കിട്ടോ, ഞാനിപ്പോൾ ഇത്രയും ചെയ്ത ഒരു മനുഷ്യനാണല്ലോ, എനിക്കൊക്കെ ഇനി പുറത്ത് കിട്ടുമോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കലും കടന്നു വരാൻ വേണ്ടി പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ എന്നാണ്. നബിയെ പറഞ്ഞു കൊടുക്കുക, എന്താണ് യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തിന്മകൾ ചെയ്തവരോട് എന്നല്ല പറഞ്ഞത്. വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതിയാണ്. പക്ഷേ തിന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ ഇസ്രാഫ് കാണിച്ച ആളുകൾ, എന്താ ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ? ദൂർത്ത് കാണിക്കുക. ഒരു കണക്കില്ലാതെ അല്ലെ, ഈ മൗലൂദിന്റെ വരികളൊക്കെ ഉണ്ടല്ലോ, ഇർതകബതു അലൽ ഖത ഖൈറ ഹസ്രിൻ വഅദദ് എന്നൊക്കെ തുടങ്ങിയ വരികൾ, കണക്കില്ലാതെ എണ്ണമില്ലാതെ പാപങ്ങൾ ചെയ്തു പോയി, നബിയെ പുറത്തു തരണമെന്ന്. അങ്ങനെ പാപങ്ങളൊക്കെ ചെയ്ത ആളുകൾ ആരോടെ ചോദിക്കേണ്ടത്? അള്ളാഹിനോടെ ചോദിക്കേണ്ടത്, അള്ളാഹിനോടാണ് തേടേണ്ടത്. അങ്ങനെ പാപങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ ദൂർത്ത് കാണിച്ച ആളുകൾ, പാപം ചെയ്യുന്ന വിഷയത്തിലും ഒരു ലിമിറ്റില്ലാതെ, ഒരു കണക്കില്ലാതെ, ഒരു തരത്തിലുള്ള ഉളുപ്പുമില്ലാതെ തിന്മകൾ ഇങ്ങനെ സദാ ചെയ്തുകൊണ്ടേയിരിക്കുന്ന മനുഷ്യന്മാർ, അവരുടെ നബിയെ പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ല അള്ളാഹ് എനിക്കിനി പുറത്തരോ എന്നവർ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ലാ തഖ്നതു, നിരാശപ്പെടേണ്ട, മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വന്നാണ്, എൻ്റെ കോപത്തെക്കാളും എൻ്റെ റഹ്മത്ത് മുൻകടന്നിരിക്കുന്നുവെന്നാണ്. അള്ളാഹു കോപിക്കുക ചെയ്യും, അള്ളാഹു ശിക്ഷിക്കും, അള്ളാഹു നന്നായി ശിക്ഷിക്കുന്നവരാണൊക്കെ ശരിയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇതിനേക്കാളും ഉയർന്നിരിക്കുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ തിന്മകളെ ഓർത്തുള്ള ഖേദം നമ്മുടെ കൂടെ ഉണ്ടാകണം. അതിനോടൊപ്പം തന്നെ അള്ളാഹു എനിക്ക് പുറത്തു തരും എന്നൊരു പ്രതീക്ഷ കൂടി നമുക്ക്, അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ ഈമാൻ, അത് അള്ളാഹു പൊറുക്കുന്നവനാണ് എന്ന് വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഈമാൻ പ്രശ്നമാണ്. എനിക്ക് അള്ളാഹ് പുറത്തു തരില്ല, ഞാൻ വലിയ പാപിയാണ് എന്നൊരുത്തം വിശ്വസിച്ചാൽ അവൻ്റെ ഈമാൻ പ്രശ്നമാണ്. അള്ളാഹ് എനിക്ക് പുറത്തു തരും, ഞാൻ എത്ര തിന്മകൾ ചെയ്തിട്ടുള്ളവനാണ് എങ്കിലും എൻ്റെ തൗബ ആത്മാർത്ഥമായാണ് ഞാൻ ചെയ്യുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ തൗബ സ്വീകരിക്കും എന്നൊരു മനുഷ്യൻ വിശ്വസിക്കൽ അവൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ്. അവൻ്റെ ഈമാൻ ശരിയാകണമെങ്കിൽ അവൻ അതും കൂടി വിശ്വസിക്കണം. അങ്ങനെ ആ ഒരു വിശ്വാസം കടന്നു വന്നുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹ് പറയണം, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ബദറിന്റെ സമയത്ത് നമുക്കറിയാമല്ലോ, അബൂ സുഫിയാൻ ആയിരുന്നല്ലോ ആ യാത്രാ സംഘത്തിന്റെ നേതാവ്. അവിടെ നിന്നാണല്ലോ ബദർ തുടങ്ങുന്നത്. എത്രയോ ശുഹദാക്കൾ ഉണ്ടായി, എത്രയോ ബദരീങ്ങൾ ഉണ്ടായി. പക്ഷേ അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നല്ലോ. അതുപോലെ തന്നെ എത്രയോ സഹാബികൾ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ബിൻ ഖത്താബ്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ. അബൂ സുഫിയാൻ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെയും അല്ലാഹു തആല സ്വീകരിക്കുമെന്നുള്ളതിന് വേറെ തെളിവിൻ്റെ ആവശ്യമില്ല. നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും, അല്ലാഹു നമ്മളെ പരിഗണിക്കും, അല്ലാഹു നമ്മളെ ഏറ്റെടുക്കും. പക്ഷേ നമ്മളത് തേടണം, നമുക്കത് വേണമെന്നുള്ളൊരു വിചാരം വേണം. നമ്മൾ ആത്മാർത്ഥമായി കൊണ്ടത് ചെയ്യണം. ഇനിയും ആ തിന്മയിലേക്ക് കടന്നു പോകാതെ ആ തിന്മ പൂർണ്ണമായി കൊണ്ട് അവസാനിപ്പിച്ച് ജീവിതത്തിൽ ഇനി ഒരിക്കലും അതിലേക്ക് പോകില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ട്, എന്നാലും സംഭവിച്ചു പോയാലും വീണ്ടും തൗബ ചെയ്തുകൊണ്ട്, അങ്ങനെ ഉടനടി തൗബ ചെയ്യുന്ന ആളുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നുള്ളതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ്, അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമു ലഹു. തൗബ ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹുലേക്ക് നമ്മൾ ആത്മാർത്ഥം കൊണ്ട് ഖേദിച്ച് നമ്മൾ പറ്റിപ്പോയില്ല റബ്ബേ എന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അത് അഹങ്കാരത്തിനൊക്കെ തടയിടാൻ സാധിക്കും. നമ്മൾ എത്ര വലിയ നേട്ടങ്ങൾ നേടിയാലും പടച്ചോനെ, ഞാൻ ആ രഹസ്യ സമയത്ത് ആ തിന്മ ചെയ്തവനാണല്ലോ, ഞാൻ ആരും കാണാത്ത സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തവർത്തനാണല്ലോ റബ്ബേ, അതുകൊണ്ട് നീ എനിക്കൊരിക്കലും അഹങ്കാരം തരരുതേ, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കില്ല, നമ്മൾ ഒരിക്കലും ആളാവാൻ വേണ്ടി നിൽക്കില്ല, ഒരിക്കലും നമ്മൾ മേന്മ കാണിക്കാനും പൊങ്ങച്ച് നടിക്കാനും നമ്മൾ തയ്യാറാവില്ല. കാരണം നമ്മളെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്.
ആരും കാണാത്ത ഞാൻ എന്താണ് എന്ന് എൻ്റെ ഭാര്യയ്ക്കറിയാത്ത, എൻ്റെ ഉമ്മക്കും എൻ്റെ ഉപ്പക്കും അറിയാത്ത, എൻ്റെ കുടുംബത്തിനും എൻ്റെ കൂട്ടുകാർക്കും അറിയാത്ത, എൻ്റെ കൂടെ ഒരേ സൊഫിൽ നിസ്കരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാത്തൊരു ഞാനുണ്ട്. ഞാൻ അത് എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അഹങ്കരിക്കാൻ ആളല്ല എന്ന ഒരു ചിന്ത കൂടി നമുക്ക് ആ സമയത്ത് കടന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഖേദിച്ചു മടങ്ങുക റബ്ബിലേക്ക്, വസ്ലിമു ലഹു, പൂർണ്ണമായും അള്ളാഹുലേക്ക് കീഴൊതുങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മിൻ ഖബലി അയഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ. അങ്ങനെ നമ്മൾ കീഴൊതുങ്ങിയിട്ടില്ല എങ്കിൽ, അങ്ങനെ നമ്മൾ ഖേദിച്ച് മടങ്ങിയിട്ടില്ല എങ്കിൽ പെട്ടെന്നൊരു സമയത്തായിരിക്കും ശിക്ഷ കടന്നു വരിക, പെട്ടെന്നായിരിക്കും ഒക്കെ കടന്നു വരിക. പിന്നെ വയനാട്ടിലും അതുപോലെ തന്നെ നിലമ്പൂരിലൊക്കെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് കണ്ടതാണല്ലോ, ഉറങ്ങിക്കിടന്ന ആളുകൾ പെട്ടെന്നൊരു സമയത്ത് മണ്ണിനടിയിൽ പെട്ടുപോകുന്ന അവസ്ഥ, പെട്ടെന്നൊരു സമയത്ത് അവർക്കൊന്നുമില്ലാതെ പോകുന്ന അവസ്ഥ. നോക്കൂ പ്രിയപ്പെട്ടവരെ, പെട്ടെന്നായിരിക്കും ഒക്കെ സംഭവിക്കുക. എല്ലാം വളരെ പെട്ടെന്നായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക. ഒരു ചെറിയ ആക്സിഡന്റോ ഒരു ചെറിയ രോഗമോ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിസ്കരിച്ചതുപോലെ നമ്മൾ മര്യാദയ്ക്ക് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. സുജൂദിൽ നമ്മൾ പോയിരുന്ന ഒരു ആവേശം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പിന്നെ 2-3 സെക്കൻഡൊക്കെ അധികം എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ സുജൂദിലേക്ക് പോവുക. അതുപോലെ തന്നെ നമുക്ക് നിന്ന് നിസ്കരിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഓരോരോ സങ്കടങ്ങൾ കടന്നു വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത്, നമുക്ക് നല്ല ബുദ്ധിയുള്ള സമയത്ത്, ചിന്തിക്കാൻ കഴിവുള്ള ഈ ഒരു സമയത്ത്, മാറുവാൻ അവസരമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുവാൻ, റബ്ബിലേക്ക് കീഴൊതുങ്ങുവാൻ, പശ്ചാത്താപം നടത്തിക്കൊണ്ട് അള്ളാഹുലേക്ക് ഒതുങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൂടി ഒരു അവസരത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ തൗബയൊക്കെ പിന്നെയും ചെയ്യാമല്ലോ, അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. തൗബയൊക്കെ പിന്നെയും ചെയ്യാം, അതൊക്കെ ശരി തന്നെയാണ്, തൗബ ഞാൻ പിന്നെ ചെയ്യാം, പിന്നെ ഒരു സമയത്ത് ഇങ്ങനെ രാത്രി ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ എഴുത്തിൽ കതിർ നോക്കുന്ന രാത്രി മാത്രം ചെയ്യാം, പകലിങ്ങനെ നടക്കുക, അങ്ങനത്തെ ഒരു ചിന്ത വരാൻ വേണ്ടി അല്ലാഹു പറയുകയാണ്, വലൈസത്തി തൗബത്തുൽ ലദീന യഅമലൂന സയ്യിആതി ഹത്താ ഇദാ ഹളറ അഹദഹുൽ മൗത്ത്. മരിക്കുന്നവരെങ്ങനെ സയ്യിആത്തുകൾ, തിന്മകൾ ചെയ്തു നടക്കുക, മരിക്കുന്നവരെ ഇങ്ങനെ ചെയ്തു നടക്കുക. അവസാനം മരണം ഇങ്ങനെ കാണുന്ന സമയത്ത് പറയാണ്, ഖാല ഇന്നി തുബ്തുൽ ആൻ, ഞാൻ ഇപ്പം തൗബ ചെയ്യാം, ഞാൻ ഇപ്പം മാറുകയാണ്. എല്ലാ അക്രമികളും ദുനിയാവിൽ തൗബ ചെയ്തിട്ടുണ്ട്, എല്ലാ വലിയ കൊടും ഭീകരരും ദുനിയാവിൽ തൗബ ചെയ്ത് തന്നെയാണ് മരണപ്പെട്ടു. അതിന് തെളിവെന്താ? ഫിറഔൻ പറഞ്ഞില്ലേ, ഫിറഔൻ മുങ്ങിച്ചാകുന്ന നേരത്ത് പറഞ്ഞുവല്ലോ, ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ, മൂസയും ഹാറൂനും പറഞ്ഞ ആ റബ്ബിൽ ആരാ പറയുന്നത്? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബ് എന്ന് പറഞ്ഞ ഫിർഔൻ മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് പറയുകയാണ്, ഞാൻ മൂസയും ഹാറൂനും പരിചയപ്പെടുത്തിയ റബ്ബിലിതാ വിശ്വസിക്കുന്നു. പക്ഷേ ആ തൗബ അല്ലാഹ് സ്വീകരിച്ചിട്ടില്ല. അതാണ് പറഞ്ഞത് വലൈസത്തി തൗബ. അങ്ങനെ മരണം മുന്നിൽ കാണുന്ന സമയത്ത് ഇന്നി തുബ്തുൽ ആൻ, ഞാനിത് അപ്പം തൗബ ചെയ്യുന്നു, ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് റബ്ബിർജിഊൻ, അല്ലാഹുവേ മടക്കിത്തരണമേ, റബ്ബി ലൗലാ അഖർതനി, അല്ലാഹുവേ എന്ന് പിന്തിപ്പിക്കണമേ എന്ന് അവിടെ കിടന്നുകൊണ്ട് ഖേദിച്ചിട്ട് കാര്യമില്ല. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന സമയത്തും നമുക്ക് തൗബ അവസാനിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സമയത്ത് നമുക്ക് എല്ലാ തിന്മകളും ചെയ്യാൻ വേണ്ടി തോന്നുന്ന ഈ ഒരു സമയത്ത് അതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട്, അവിടെയൊക്കെ ക്ഷമിച്ചുകൊണ്ട്, അവിടെയൊക്കെ പിടിച്ചു വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ തൗബ നമ്മൾ സ്ഥിരമായി കൊണ്ട് നടത്തേണ്ടത്. അങ്ങനെ ഇസ്തിഗ്ഫാർ നമ്മൾ നടത്തുന്ന സമയത്ത് ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇസ്തിഗ്ഫാർ നടത്തുന്ന സമയത്ത് ദുനിയാവിൽ നമുക്ക് നേട്ടങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അങ്ങനെ ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ നന്നാകും, തർക്കങ്ങളൊക്കെ ഒഴിവാകും. അത് നോക്കൂ, നിങ്ങൾ മുണ്ടക്കൈയിൽ ഉരുള് പൊട്ടിയ സമയത്ത് പിന്നെ എടക്കര ഭാഗത്തേക്കൊരു വീടിൻ്റെ അലമാര വന്നിറങ്ങിയെന്ന് നമ്മളൊക്കെ വാർത്തയിൽ കണ്ടിട്ടുണ്ടാകും. ആ അലമാര തുറന്ന സമയത്ത് അതിൽ വില്ലേജ് ഓഫീസർക്കും തഹസിൽദാറിനും കൊടുക്കുന്ന അപേക്ഷയാണ്, അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് പിന്നെ അയൽവാസിയെ കുറിച്ചുള്ള പരാതിയാണ്. എത്രയോ വർഷമായി ഞങ്ങൾക്ക് അവർ വഴി അനുവദിച്ച് തരുന്നില്ല, എത്രയോ വർഷമായി ഞങ്ങൾക്ക് അവർ വഴി അനുവദിച്ച് തരുന്നില്ല. ഇന്ന് ആ പരാതി പറഞ്ഞവനും പരാതി പറയപ്പെട്ടവനും മരണപ്പെട്ടു പോയി. വലിയ രൂപത്തിൽ വാർത്തകളിലൊക്കെ ചർച്ച ചെയ്ത വിഷയമാണത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ, ആത്മാർത്ഥമായി എല്ലാം വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുത്തുകൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ മടങ്ങിക്കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ഖേദിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിതത്തിൽ ആത്മാർത്ഥമായുള്ള ഖേദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരക്കാർക്ക് പറയുകയാണ്, വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. അങ്ങനെ ഖേദിച്ച് മടങ്ങുന്ന ആളുകൾക്ക് മഹനീയമായ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ്. ചെയ്തു പോയ തിന്മകളെ ഓർത്തുകൊണ്ട് ഖേദിച്ച് മടങ്ങുന്ന ആളുകൾ, എനിക്കത് പറ്റിപ്പോയല്ലോ എന്നുള്ള ആ ഒരു സങ്കടത്തിൽ ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ തൗബ ചെയ്ത് മടങ്ങിയ ആളുകൾ, തൗബ സ്വീകരിക്കപ്പെടുന്ന നല്ലവരായ മുത്തഖീങ്ങൾ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, തിന്മയിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങുന്നവൻ തിന്മ ചെയ്യാത്തവനെ പോലെയാണ്. തിന്മയിൽ നിന്നും ഖേദിച്ച് മടങ്ങിയ ആൾ അവൻ്റെ തൗബ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവൻ തിന്മ ചെയ്യാത്തവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞൊരു കാര്യമാണ്,
കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ ആദം സന്തതികളും തിന്മ ചെയ്യുന്നവരാണ്. എല്ലാവരും ഞാനിപ്പോൾ തിന്മ ഒന്നും ചെയ്യണില്ല എന്നൊരു ചിന്ത നമുക്ക് വരാൻ പാടില്ല. ഞാനൊക്കെ ഓക്കെയാണ്, ഞാൻ ഈ തിന്മകളൊന്നും ചെയ്യുന്നില്ല, എനിക്ക് തൗബേൻ്റെ ക്ലാസ് ആവശ്യമില്ല, എനിക്ക് പശ്ചാത്താപത്തിൻ്റെ ആയത്തൊന്നും കേൾക്കേണ്ട ആവശ്യം, ഞാൻ തിന്മകളൊന്നും ചെയ്യുന്നില്ല എന്ന് നമ്മളാരും കരുതാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് കുല്ലു ബനി ആദമ ഖത്താഉൻ, എല്ലാ മനുഷ്യരും പാപങ്ങൾ ചെയ്യുന്നവരാണ്, എല്ലാ ആദം സന്തതികളും പിന്നെ തിന്മകൾ ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, ആ തിന്മകൾ ചെയ്യുന്ന ആളുകളിൽ ഖൈറായിട്ടുള്ളവർ, ഏറ്റവും നല്ലവർ ഉടനെ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങും, റബ്ബെ പറ്റിപ്പോയല്ലോ പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് റബ്ബിനോട് പാപം പൊറുക്കലിനെ തേടുന്ന ആളുകളാണ് അവരിൽ ഉത്തമരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഞാനൊരു തിന്മയൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിചാരം നമുക്കൊരിക്കലും വരാൻ വേണ്ടി പാടില്ല. ഞാനൊരു കേമനാണ്, ഞാൻ തിന്മകൾ ചെയ്യാത്ത, എനിക്ക് പശ്ചാത്താപത്തിൻ്റെ ആവശ്യമില്ല എന്നൊരിക്കലും നമ്മൾ വിചാരിക്കരുത്. റസൂലുള്ളാഹി തങ്ങൾ ഒരു തിന്മയും ചെയ്ത ആളല്ലായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അറിഞ്ഞുകൊണ്ടൊരു തിന്മയും അറിയാതെയും ചെയ്യാത്തൊരു മനുഷ്യനെ, എന്നിട്ടും 100 തവണ ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒരു സദസ്സ് പിരിയുന്ന സമയം നമുക്കറിയാം ഇസ്തിഗ്ഫാർ തേടണം. എപ്പോഴും ജീവിതത്തിൽ എല്ലാ സമയത്തും ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആളുകൾ അവർക്ക് സ്വർഗ്ഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ടാകും. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്, അങ്ങനെ പിന്നെ ഗൈബിൽ അദൃശ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരും കാണാത്ത സമയത്തൊക്കെയും അള്ളാഹിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവർക്ക് സ്വർഗ്ഗമുണ്ടാകും. ഉദ്ഖുലൂഹാ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ്, അങ്ങനെ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങിയ ആളുകൾ പരലോകത്ത് വരുന്ന സമയത്ത് അവരോട് പറയുമെന്നാണ്, നിങ്ങൾ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒരു പ്രശ്നവുമില്ലാതെ ഒരു ഇടങ്ങേറുമില്ലാതെ സ്വർഗത്തിലേക്ക് കയറിക്കൊള്ളൂ എന്ന് അവരോട് പറയപ്പെടുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കുക. അങ്ങനെ തൗബ ചെയ്ത് മടങ്ങുന്ന സമയത്ത് നമ്മുടെ റിസ്ക് വിശാലമാകും, നമ്മുടെ ഉപജീവനം. അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ, നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ റിസ്ക്കിൻ്റെ വിഷയം. ഈ റമദാനിൽ നമ്മൾ റെസ്റ്റ് എടുക്കാതെ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട് എങ്കിൽ, ലൈലത്തുൽ ഖദറിന്റെ രാത്രി പള്ളിയിൽ നമ്മൾ ഉണർന്നിരുന്നിട്ടും രാവിലെ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട് എങ്കിൽ അത് റിസ്ക്കിന് വേണ്ടിയിട്ടാണ്, ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ്. മക്കളുടെ ഭാവി, മകളുടെ വിവാഹം, വീടിൻ്റെ പണി, ബിസിനസ്സിൻ്റെ അവസ്ഥ, ഇതൊക്കെ പരിഗണിച്ചാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. നമ്മൾ പട്ടിണി കിടന്നിട്ടും നമ്മൾ ഇതിനൊക്കെ വേണ്ടി സമയം മാറ്റി വെക്കുന്നത്. അതൊക്കെയും വിശാലമാകണമെങ്കിൽ, നമ്മുടെ റിസ്ക് വിശാലമാകണമെങ്കിൽ, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഒരു ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ നാടിന് ഖൈറും ബർക്കത്തും ഉണ്ടാകണമെങ്കിൽ ആളുകൾ ഇസ്തിഗ്ഫാർ തേടട്ടെ എന്നാണ് ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പുലർത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾ ഓരോന്നും നമുക്ക് ഓർമ്മയുള്ളതൊക്കെ നമ്മൾ എടുത്തെടുത്ത് പറയണം. ഇന്ന സമയത്ത് ഇന്ന കാര്യം എനിക്ക് പറ്റിപ്പോയി, ഞാനത് ചെയ്തു പോയി, അതെനിക്ക് പുറത്തു തരണം. എന്നാലും എനിക്കറിയാത്തതായി എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അല്ലാഹുവേ അത് നീ എനിക്ക് പുറത്തു തരണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് റബ്ബിനോട് നമ്മൾ ഖേദിച്ച് പറഞ്ഞ് മടങ്ങിയിട്ടില്ല എങ്കിൽ വലിയ നഷ്ടം നമുക്ക് സംഭവിക്കും. ഈ സൂറത്ത് സുമറിൽ ഈ വിഷയങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ ബാക്കിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാൻ വേണ്ടി സാധിക്കും. അന്തഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫററതു ഫീ ജംബില്ലാഹി വ ഇൻ കുന്തു ലമിനസ് സാഖിരീൻ. തൗബയൊന്നും ചെയ്യാതെ ഇസ്തിഗ്ഫാർ നടത്താതെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് എല്ലാത്തിനെയും ട്രോളി നടക്കുന്ന ഒരാളുകളുണ്ടാകും. ഇന്നത്തെ സമൂഹത്തിൽ അതാണ് വലിയൊരു ട്രെൻഡ്. എന്ത് കേട്ടാലും അതിനെ ട്രോളുക, ദീനിൻ്റെ ഒരു കാര്യം കേട്ടാൽ അതിനെ കളിയാക്കുക, ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ഇറക്കുക. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ കളിയാക്കി നടക്കുന്ന ആളുകൾ അവർ പറയാതിരിക്കാൻ വേണ്ടി എന്താണ് അവർ പറയുക? എൻ്റെ കഷ്ടമേ, എനിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ഒക്കെ ഞാൻ വീഴ്ച വരുത്തിയല്ലോ എന്ന് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഖേദിച്ച് മടങ്ങാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഔ തഖൂല ലൗ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ. പരലോകത്ത് വന്ന നല്ല ആളുകളൊക്കെ സ്വർഗത്തിലേക്ക് പോകുന്നത് ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു ഖേദം ഇങ്ങനെ വരും. എന്നിട്ട് അവിടെ നിന്ന് പറയാൻ, അള്ളാഹു എന്നെ ഹിദായത്തിലാക്കിയിരുന്നെങ്കിൽ, അള്ളാഹു എനിക്ക് സന്മാർഗം തന്നിരുന്നെങ്കിൽ ഞാനും ഈ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമായിരുന്നല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഖേദിച്ച് മടങ്ങാൻ വേണ്ടി അല്ലാഹു തആല പറയുന്നത്. ഔ തഖൂല ഹീന തറൽ അദാബ ലൗ അന്ന ലീ കററതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ. അതല്ല എങ്കിൽ ഒരു ശിക്ഷ ഇങ്ങനെ കാണുന്ന സമയത്ത്, ഒരു പ്രയാസം ഇങ്ങനെ കാണുന്ന സമയത്ത് ഇതൊക്കെയും ചെയ്യേണ്ടത് ഉണ്ടായിരുന്ന കാര്യമാണല്ലോ, ജീവിതത്തിൽ ഇതൊക്കെ ഞാൻ പിന്നെ നിറവേറ്റേണ്ട വിഷയങ്ങളായിരുന്നല്ലോ എന്ന ഒരു ചിന്ത ആ സമയത്ത് വരും. അങ്ങനെ അവൻ പറയും, എനിക്കൊരു മടങ്ങിപ്പോകാനുള്ള അവസരം കിട്ടിയെങ്കിൽ, അങ്ങനെ ഉണ്ടല്ലോ ഒരു ചാൻസ് കൂടി, ലൗ അന്നലി കററത്തൻ, ഒരു ചാൻസ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ഒരവസരം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഈ മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടുമായിരുന്നല്ലോ എന്ന് ചില ആളുകൾ പറയുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തിന്മകളും പൊറുക്കപ്പെടാൻ ഈ റമദാനിൻ്റെ ഇനിയുള്ള സമയമെങ്കിലും, 20 നമുക്ക് നഷ്ടപ്പെട്ടാലും 20 നമുക്ക് പോയിട്ടുണ്ട് എങ്കിലും ആത്മാർത്ഥമായ ഖേദത്തോടു കൂടി അള്ളാഹു 20 ഞാൻ നഷ്ടപ്പെടുത്തിയവനാണ്, ഇനിയുള്ള ദിവസങ്ങളെങ്കിലും എനിക്ക് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നീ നൽകണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മളൊക്കെ തീരുമാനമെടുക്കും. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കൂല. നമ്മളൊക്കെ ഇനി മുതൽ ഞാൻ നന്നാകും എന്നൊക്കെ നമ്മൾ തീരുമാനിച്ച് പള്ളി നട പുറത്തിറങ്ങുമ്പോൾ ശൈത്താനിയത്തുകൾ വരും.
അപ്പം ഇങ്ങനെ ഓരോ ചിന്തകൾ വരും, പിന്നെ നമ്മളതിലേക്ക് ഇങ്ങനെ പോകും. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമ്മൾ ഇവിടെ നിന്ന് പിരിയുക. ഇനിയുള്ള ദിവസങ്ങൾ എല്ലാ നിലക്കും ഏറ്റവും നല്ല ഖൈറായ ഒരു മുഅ്മിനായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുവാൻ, ദീനിൻ്റെ മാർഗത്തെ അങ്ങനെ പരിശ്രമിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. റബ്ബാണ് നമുക്കതിന് തൗഫീക്ക് നൽകേണ്ടത്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകിയാലാണ്, അള്ളാഹു അതിന് നമുക്ക് ഖദർ നൽകിയാലാണ് പ്രിയപ്പെട്ടവരെ അതിനുള്ള തൗഫീക്ക് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം റബ്ബാണ് നൽകേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി പാപമോചനം തേടാനും വേണം ഒരു സൗഭാഗ്യം. ആ സൗഭാഗ്യം അള്ളാഹു നീ എനിക്ക് തരണമേ, സ്ഥിരമായിക്കൊണ്ട് നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ജീവിതം നല്ല രൂപത്തിൽ ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരെ മറിച്ച് ഈ തിന്മകളൊക്കെ ചെയ്തുകൊണ്ട് പശ്ചാത്താപം നടത്താതെ നാളെ പരലോകത്ത് വന്ന് മുനാഫിക്കായി നിൽക്കുന്ന ഒരു സമയത്ത്, നമ്മുടെ സ്വർഗത്തിൻ്റെ പ്രവേശനം അത് തടയപ്പെടുന്ന സമയത്ത് സിറാത്ത് പാലത്തിൽ ഇതൊക്കെ കൃത്യമായി ചെയ്ത ആളുകൾ പ്രകാശം ലഭിച്ചിങ്ങനെ മുന്നോട്ടേക്ക് പോകും. അവരിങ്ങനെ അതിവേഗതയിൽ കടന്നു പോകുന്ന സമയത്ത് ഈ മുനാഫിക്കീങ്ങളായ ആളുകൾ പറയുമെന്നാണ്, അള്ളാഹുവേ ഞങ്ങൾക്കും ഒരു അവസരം കിട്ടുമോ, ഞങ്ങൾക്കൊരവസരം കിട്ടുമോ? ഈ മുഅ്മിനീങ്ങളായ ആളുകളോട് വിളിച്ചു പറയുമെന്നാണ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, ഞങ്ങളെ കൂടി ഒന്ന് കൊണ്ടുപോകൂ, ഞങ്ങൾ നിങ്ങളുടെ പ്രകാശത്തിൽ നിന്നും ഞങ്ങളും കുറച്ചെടുത്തുകൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങൾ പറയും, തിരിച്ചു പോവുക, നിങ്ങൾക്ക് ഇവിടെ അവസരമില്ല, തിരിച്ചു പോവുക, തിരിച്ചുപോയി നിങ്ങൾ പ്രകാശം കണ്ടെത്തി വരിക എന്ന് പറയുന്ന സമയത്ത് അവരുടെ ഇടയിൽ ഒരു മതിൽ നാട്ടപ്പെടുമെന്ന, ആ മതിലിനൊരു വാതിലും ഉണ്ടാകും. അതിനകത്ത് നിൽക്കുന്ന മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തും പുറത്ത് നിൽക്കുന്ന മുനാഫിക്കീങ്ങൾക്ക് ശിക്ഷയും ഉണ്ടായിരിക്കും. അപ്പോൾ അവർ വിളിച്ചു പറയുമെന്നാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ദുനിയാവിലുണ്ടായിരുന്ന ആളുകളാണല്ലോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരാണല്ലോ എന്ന് ആയത്ത് പറയുന്ന സമയത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ അയൽവാസികളായിട്ടുള്ള ആളുകളല്ല, മറിച്ച് ഒരേ ജമാഅത്തിൽ പങ്കെടുത്ത ആളുകൾ, ഒരേ ജുമായിൽ പങ്കെടുത്ത ആളുകൾ, ഒരേ ദിവസം അറഫയിൽ സംഗമിച്ച ആളുകൾ പോലും മുനാഫിക്ക് മുഅ്മിനുമായി കൊണ്ട് വേർതിരിക്കപ്പെടുന്ന ഒരു അവസ്ഥ പരലോകത്ത് വരാനുണ്ട്. ഒരേ സമയത്ത് അറഫയിൽ നിന്ന ആളുകൾ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരാണല്ലോ എന്ന് അല്ലാഹു കാക്കുമാറാകട്ടെ, അങ്ങനെ പറയുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുന്ന ഒരിട നമ്മൾ സ്വയം വരുത്തി വെക്കാതെ നമ്മൾ ചെയ്തു പോയ എല്ലാ തിന്മകളും എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക. നമ്മൾ ഒരു സൃഷ്ടിയോട്, ഒരു മനുഷ്യനോട് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനടി വിളിച്ചുകൊണ്ട് പൊരുത്തം ചോദിക്കുവാനും, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സറിഞ്ഞുകൊണ്ട് മാപ്പ് കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. എന്നിട്ട് രാത്രി ഒന്ന് ഒഴിഞ്ഞിരുന്ന് അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവത്തായ ഒരു പ്രാർത്ഥന സദസ്സാക്കിക്കൊണ്ട്, ഒരു മനസ്സാക്കിക്കൊണ്ടൊക്കെ നമുക്ക് മാറ്റുവാൻ വേണ്ടി സാധിക്കണം. ഇനിയുള്ള ദിവസങ്ങൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഇനി ഒരിക്കലും വലിയ വലിയ തിന്മകളിലേക്കും വൻപാപങ്ങളിലേക്കും പോകാതിരിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി തിന്മകൾ ചെയ്താലും ഉടനടി ആത്മാർത്ഥമായി തൗബ ചെയ്യുന്ന തൗവാബീങ്ങളുടെ കൂട്ടത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാടിനും സമൂഹത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കുവാനും ഈ പരിശുദ്ധ റമളാനിലും ഇനിയുള്ള സമയങ്ങളിൽ വിദഅത്ത് പോലെയുള്ള വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ട് ജനങ്ങളെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള പണ്ഡിത പുരോഹിത്യം അവരിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിനെ കാക്കുമാറാകട്ടെ. ശാന്തിയും സമാധാനവും ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദം ഫസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.